ഈ അനുമോൾ അനീഷ് കോംബോ വന്നപ്പോഴത്തേക്കും ഈ അനീഷ് അനുമോളിൽ ഒതുങ്ങി പോകുമോ, അല്ലെങ്കിൽ അനുമോളുമായിട്ട് ആ ഒരു കോംബോ ഉണ്ടായ അതിൽ ഡൗൺ ആയി പോകുമോ എന്നുള്ള കൺഫ്യൂഷൻ പലർക്കും ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അത് ഒരു തരത്തിൽ ശരിയായിരുന്നു. പക്ഷെ അതിൽ നിന്നും റിക്കവർ ആയിട്ട് അനീഷ് വന്ന ഒരു വരവ് സംഭവിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഈ അനീഷ് എടുത്ത തീരുമാനമാണ് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അനീഷ് എന്ന് പറയുന്നത് അവിടെ ഗ്രൂപ്പിലില്ല ഒരു തരത്തിലും. അതോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു, ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഒരു ഒറ്റയാൻ എന്നുള്ള തരത്തിൽ തന്നെയാണ് അനീഷ് അവിടെ നിൽക്കുന്നത്. ഈ അനുമോളുമായിട്ടുള്ള ഒരു ഇതിൽ വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അനീഷിന് തോന്നിയ ആ ഒരു ഇഷ്ടം അത് അനീഷ് പച്ചയ്ക്ക് തുറന്നു പറയുന്നു. അവിടെയും അനീഷ് വേറിട്ട് നിന്നതും ഒരു ഒറ്റയാനായിട്ട് മാറിയെന്ന് പറയുന്നത്. അനീഷിന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഷാനവാസിനോട് പോലും അനീഷ് ഈ കാര്യം പറയാതെ, അല്ലെങ്കിൽ ആരടുത്തും ഡിസ്കസ് ചെയ്യാതെ, പ്രേക്ഷകർക്ക് പോലും ഇങ്ങനെ ഒരു കാര്യം അനീഷ് പറയുമെന്നുള്ള ഒരു ഇത് കൊടുക്കാതെ അനീഷ് ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ ഒരു കാര്യം ആ വ്യക്തിയുടെ മുന്നിൽ വന്നിരുന്ന് ചോദിച്ച ആ ഒരു ധൈര്യം, അത് ശരിക്കും പറഞ്ഞാൽ മുന്നിലിരുന്ന അനുമോള് പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. അനുമോൾ അവിടെ അനീഷുമായിട്ട് കാണിച്ച ആ ഡ്രാമകളെല്ലാം തന്നെ, അതായത് അനീഷിനെ തന്റെ പരിധിയിലാക്കാൻ വേണ്ടിയിട്ട് അനുമോൾ അവിടെ ഒപ്പിച്ച പണികളൊക്കെ തന്നെയും പ്രേക്ഷകരെല്ലാവരും കണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് അനുമോളുടെ ഭാഗത്ത് നിന്നും ഒരു ഡ്രാമ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് അനുമോൾ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ കാണിച്ചതെല്ലാം തന്നെയും കളിക്കാണ്, തമാശയ്ക്കാണ്, അതാണ് ഇതാണെന്ന് അനുമോൾ തന്നെ പറയുന്നു. പക്ഷേ അവിടെയും അനീഷിന് അനുമോളോട് തോന്നിയ ആ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞിട്ട് അത് അനീഷ് അവിടെ അവസാനിപ്പിച്ച ആ ഒരു നിമിഷം, അതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു വിഷയം ഉണ്ടായിട്ട് അനീഷ് മറ്റാരോടും ഒന്നും പറഞ്ഞില്ല. അനീഷ് അനുമോള് പിറകെ വന്നപ്പോഴത്തേക്കും അനീഷ് പറഞ്ഞു, ഈ ചാപ്റ്റർ ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്തു, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് അനീഷ് എന്നെ വളരെ വ്യക്തമാക്കി പറഞ്ഞു. എന്നിട്ടും അനുമോള് അവിടെ നടന്നുകൊണ്ട് അനുമോൾക്ക് പ്രിയപ്പെട്ടവരടുത്തെല്ലാം ചെന്ന് ഇങ്ങനെ പാതോരാതെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് അത് ഫ്ലാഷ് ആക്കിയ ഒരു നിമിഷം. അവിടെയും അനീഷ് വ്യത്യസ്തനായെന്ന് പറയുന്നത്, അനീഷ് ഒറ്റ മനുഷ്യനോട് പോലും ഈ കാര്യം പറഞ്ഞില്ല. ഇങ്ങനൊരു കാര്യം തോന്നി, തുറന്നു പറഞ്ഞു, അതോടുകൂടി അത് അവിടെ നിർത്തി അനീഷ്. പക്ഷെ തിരിച്ച് അനുമോൾക്കായിരുന്നെങ്കിൽ ഇത് ആരോടെങ്കിലും പറയാനായിട്ടുള്ള ഒരു വെമ്പലായിരുന്നു അവിടെ. ശരിക്കും അനുമോളെ പോലും വിറപ്പിച്ച ഒരു നിമിഷമാണ് അനീഷ് അവിടെ ചെയ്ത കാര്യമെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ഇതൊരു ഡ്രാമയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടിരുന്ന അനുമോൾക്ക് ഒരു മറുചീട്ട് വെച്ചുകൊണ്ട് അത് അവിടെ സ്റ്റോപ്പാക്കി, അല്ലെങ്കിൽ ഇതിനൊരു അന്തിമ തീരുമാനം കുറിച്ച പ്രേക്ഷകർക്ക് പോലും രണ്ടുപേന്ന് ഈ ഒരു കാര്യം അനീഷ് കാര്യത്തിൽ അറിയണമെന്ന് ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് അനീഷ് തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഇതിനൊരു തീരുമാനം, യെസ് അല്ലെങ്കിൽ നോ, ഇത് ഡ്രാമയാണോ റിയൽ ആണോ എന്നുള്ളത് അനീഷ് തന്നെ തെളിയിച്ചു തന്ന ഒരു നിമിഷമാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൽ അനീഷ് ശരിക്കും പറഞ്ഞാൽ വിജയിക്കുകയാണ് അവിടെ ചെയ്തത്. കാരണം അനുമോളുടെ പ്ലാൻ അവിടെ വർക്കൗട്ട് ആയില്ല, അത് പൊളിക്കുകയാണ് അവിടെ അനീഷ് ചെയ്തത് തന്നെ. ഈ ഒരു വിഷയം അനീഷ് പച്ചയ്ക്ക് പറഞ്ഞപ്പോ, കാരണം അതുവരെയും നല്ല രീതിയിൽ പൊലിപ്പിച്ചു കൊണ്ടുവന്ന ഒരു പ്രേമ നാടകം അനീഷ് അവിടെ കട്ടമിട്ട് മൂടി. അവിടെ അനുമോക്ക് ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിൽ അനീഷ് വിജയിച്ചു ശരിക്കും പറഞ്ഞാൽ. ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അനീഷ് പ്രേക്ഷകർക്ക് മുന്നിൽ പോലും കോമാളിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അവിടെ മാറിയേനെ. പക്ഷെ അനീഷിന്റെ ആ ഒരൊറ്റ നീക്കത്തോടു കൂടി അനീഷ് അവിടെ ഹീറോ ആയി മാറുകയായിരുന്നു ശരിക്കും പറഞ്ഞു. അവിടെ ശരിക്കും പറഞ്ഞാൽ പൊളിഞ്ഞടുങ്ങിയത് അനുമോളുടെ മുഖമായിരുന്നു. അതായത് അനുമോളുടെ നാടകമായിരുന്നു അവിടെ പൊളിഞ്ഞത്. എന്തായാലും ഒരു കാര്യത്തെ അനീഷിനെ സംഭവിച്ചേ പറ്റത്തുള്ളൂ, ഇതുപോലൊരു കാര്യം ഇത്രയും ക്യാമറയ്ക്ക് മുന്നിൽ ചോദിക്കാനായിട്ടുള്ള ആ ഒരു ധൈര്യം, അതും സ്ട്രൈറ്റ് ആയിട്ട് ഒരു മറയും കൂടാതെ ഒരു മെഴുകലും കൂടാതെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതും, ആ ചോദിച്ചതിന് ശേഷം അതിനുള്ള ഉത്തരം കിട്ടി, അതിന് പോലും അനുമോക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കൊടുക്കാനായിട്ട് പറ്റിയില്ല. അത് അനുമോളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച മിസ്റ്റേക്ക്. പക്ഷെ അനീഷ് അതിന് ശേഷം അനീഷ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറയുന്നു, എനിക്ക് ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ ഇതിവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ അനീഷ് പച്ചയ്ക്ക് പറഞ്ഞു. എന്നിട്ട് ലാലേട്ടൻ വന്നപ്പോൾ പോലും അനീഷ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ കാര്യം, അതായത് ലാലേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ അനീഷ് കൂളായിട്ട് പറയുന്നു, ലാലേട്ട എനിക്ക് ഇങ്ങനെ ഒരു കാര്യം തോന്നി, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു, അല്ലാതെ അവിടെയും അനീഷ് മെഴുകുന്നില്ലെന്ന്.
പക്ഷെ അനുമോളാണെങ്കിൽ അവിടെ എന്തൊക്കെയോ പറയുന്നു. അനീഷിന്റെ അടുത്ത് അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ ലാലേട്ടന്റെ മുന്നിൽ പോലും അനുമോൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ആദ്യം സഹോദരൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു നൂറേരുടെ അടുത്തും, അതോടൊപ്പം തന്നെ ആദിലയുടെ അടുത്ത്, എന്നിട്ട് ലാലേട്ടന്റെ മുമ്പ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കാണുന്നെന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ നൂറേരുടെ അടുത്ത് പോയി എന്ന് പറയുന്നു, എനിക്ക് ആലോചനകളൊന്നും വരത്തില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അനുമോൾക്ക് അറിയത്തില്ല, അനുമോള് ഒരുമാതിരി എന്തോ പെട്ടുപോയി എന്നുള്ള തരത്തില് അനുമോൾ എന്തൊക്കെയോ അവിടെ പറയുന്നു. അവിടെയും സ്കോർ ചെയ്തത് അനീഷാണ് എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ഈ ഒരു പ്രേമ നാടകം മുന്നോട്ട് കൊണ്ടുപോകാതെ നിർത്തേണ്ടിടത്ത് അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ചിത്രം കാണിച്ചു കൊടുത്തതിന് അനീഷിനെ ശരിക്കും സമ്മതിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് അനീഷ് വ്യത്യസ്തനാവുന്നതും ഒരു ഒറ്റയാൻ എന്നുള്ള രീതിയിൽ സ്വന്തം കാര്യത്തിൽ മറ്റുള്ളവരുടെ അഭിപ്രായം തേടാതെ തീരുമാനമെടുക്കാനായിട്ട് ആരുടെയും ഒരു ശുപാർശയും വേണ്ട എന്നുള്ള തരത്തിൽ അനീഷ് തെളിയിച്ച നിമിഷം.